മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മളുടെ കണ്ണൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിട്ടോ അതിൻ്റെ ആഘോഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെയും മഹാലക്ഷ്മിനെയും അപായപ്പെടുത്താനായിട്ട് ശത്രുക്കൾ കരുക്കൾ നീക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അതെല്ലാം നമ്മളുടെ ആ ദിവ്യയായ അമ്മ തന്നെ പൊളിച്ചടുക്കി കൊടുക്കുന്ന എപ്പിസോഡും കൂടിയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ പ്രതാപനാണെങ്കിൽ മാർക്കോയുടെ ഇന്ന് തല്ലുകൊണ്ട് നടക്കാൻ പോലും വയ്യാതെയാണ് വീട്ടിലോട്ട് വന്ന് കയറണേ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ നിനക്ക് എന്ത് പറ്റിയിടാ പ്രതാപമെന്ന് ചോദിച്ചതും ഒന്നും പറയണ്ട അമ്മേ, ഞാൻ പറയാമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ മാർക്ക് കൊണ്ടുപോയ കാര്യമൊക്കെ പറയുമ്പോൾ തന്നെ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട, അവന്മാർ കൊണ്ടുപോയെങ്കിൽ നിന്നെ തല്ലി ചതച്ചൊരു പരുവാക്കിയിട്ടുണ്ടാവും, ഇനി നിന്നെ ഒന്നിനും കൊള്ളില്ലല്ലോടാന്ന് പറയുമ്പം ഈ പ്രതാപനാണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ കേട്ടേന്ന് ചോദിക്കുമ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് സന്തോഷവും തോന്നിയില്ല, ദുഃഖവും തോന്നിയില്ല. എന്തായാലും അവനവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം. നിങ്ങൾ കണ്ണൻ്റെ അച്ഛനെ കൊന്നു, അതുപോലെ തന്നെ 20 വർഷത്തോളം കണ്ണൻ വീൽ ചെയറിലാണ് ജീവിച്ചത്, അതിൻ്റെ നിങ്ങൾ അനുഭവിച്ചിരിക്കും. അതിനിപ്പോൾ മാർക്കോയോ ലോപ്പസോ അല്ല, വേറെ ആരാണെങ്കിലും നിങ്ങൾ ഇത് തന്നെ ചെയ്യും. ദൈവം എന്തായാലും നിങ്ങളെ വെറുതെ വിടാൻ പോണില്ല എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോഹിനി നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി, നിൻ്റെ ഭർത്താവല്ലേ ഈ വന്ന് നിൽക്കണേ, എന്നിട്ട് നിനക്ക് ഇവനോട് ഇപ്പോഴും ഒരു സഹതാപം ഇല്ലല്ലോ, ഇപ്പോഴും നീ മാർക്കോയാണല്ലോ ഇഷ്ടപ്പെടണേന്ന് പറയുമ്പം അതെ, എനിക്ക് ഇയാളോട് ഒരു സഹതാപവും ഇല്ല, ഇയാൾ അങ്ങനത്തെ ദ്രോഹമല്ലേ എല്ലാവരോടും ചെയ്തേക്കണേ, ഇപ്പോഴും കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലണം എന്നുള്ള ചിന്തയല്ലേ ഉള്ളൂ. അന്ന് തന്നെ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് മോളും കണ്ണൻ ഇവിടെ വന്ന സമയത്ത് കണ്ണൻ നടക്കുമെന്ന് അറിയാതെയല്ലേ ഇയാൾ എൻ്റെ മോളെ കത്തി വെച്ച് കൊല്ലാൻ നോക്കിയത്. ആ സമയത്ത് കണ്ണൻ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ എൻ്റെ മോളിപ്പോൾ ജീവനോടെ ഇരിക്കണേ, അല്ലെങ്കിൽ ഇയാൾ എൻ്റെ മോളെ കൊല്ലൂലായിരുന്നു എന്ന് അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അന്ന് ഇവനക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം സംഭവിച്ചു പോയി, അതും പറഞ്ഞ് നീ ഇപ്പോഴും ഇവനെ അതിൻ്റെ പേരിൽ തെറ്റുകാരനാക്കുവാണെന്ന് ചോദിക്കുമ്പം ഇയാൾ ഒരിക്കലും നല്ലത് ചെയ്തിട്ടില്ല, ഇനി ഇയാളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇയാൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഇനി കണ്ണനെയും മഹാലക്ഷ്മിയെയും അവരുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മാർക്കോയുടെ ഇന്ന് നല്ലോണം കിട്ടും. അതുകൊണ്ട് ഇനിയെങ്കിലും ദുഷിപ്പൊക്കെ കളഞ്ഞിട്ട് നല്ല സ്വഭാവമായിട്ട് ജീവിക്കാൻ നോക്ക്. അതുപോലെ കരുണേനെ നല്ലത് പറഞ്ഞു കൊടുത്ത് ഉപദേശിക്ക്, ഇല്ലെങ്കിൽ കരുണയുടെ ജീവിതം ആകെ ഗതികെട്ട് പോകും. എന്തായാലും ഉണ്ണി ഇപ്പോൾ വീൽ ചെയറില, അധികം വൈകാതെ ഉണ്ണീനെ കണ്ണൻ കമലേശ്വരത്തു നിന്ന് പുറത്താക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. പിന്നെ ഉണ്ണിയും കരുണയും ഇങ്ങോട്ട് വരും താമസിക്കാൻ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും കണ്ണൻ്റെ മനസ്സ് മാറ്റിക്കണം, നീ അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാനൊരു അക്ഷരം പോലും ഉണ്ണിക്കോ കരുണയ്ക്കോ വേണ്ടി അവരോട് സംസാരിക്കില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഉണ്ണിയും കരുണയും അവരെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, അന്നൊക്കെ അവർ ക്ഷമിച്ചതാ. ഇപ്പോൾ AC വിഷവാതകം നിറച്ച് കണ്ണനെ കൊല്ലാൻ നോക്കി, കണ്ണൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് കരുതി അവനത് ചെയ്തത്. പക്ഷേ എഴുന്നേറ്റ് നടന്നതുകൊണ്ടാണ് കണ്ണൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നത്, ഇല്ലെങ്കിൽ കണ്ണൻ മരിച്ചു പോയേനായിരുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അവനങ്ങനെ ചെയ്തെങ്കിലും കണ്ണൻ മരിച്ചൊന്നുമില്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത്. എന്തായാലും കണ്ണനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഉണ്ണി വീൽ ചെയറിൽ നിന്ന് എന്ന് എഴുന്നേക്കണോ അന്ന് കണ്ണൻ അവിടെ നിന്ന് പുറത്താക്കുമെന്ന്. അതിന് ദുർഗയും പൂർണ്ണ സപ്പോർട്ടാണ് കൊടുത്തേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണ്, ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുമല്ലോ, ഇനി ആകെ ഉള്ളത് മുത്തശ്ശിയുടെ സ്വത്തുക്കൾ മാത്രമാണ്, ഉണ്ണിയേട്ടൻ എന്നെ എപ്പോൾ വേണമെങ്കിലും കൈവിടാം, ഉണ്ണിയേട്ടൻ കണ്ണേട്ടനെ കൂട്ടൊന്നും അല്ല സ്വത്തിനും പണത്തിനും പ്രാധാന്യം കൽപ്പിക്കണം, ഞങ്ങളുടെ അതേ സ്വഭാവം തന്നെ ഉണ്ണിയേട്ടന്, പക്ഷേ അതിപ്പോൾ എനിക്ക് തന്നെ വിനയായിട്ട് വന്നേക്കണേ, ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്വത്ത് ഫുള്ള് കിട്ടിയാലും ഇയാളെന്നെ നോക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്തായാലും എനിക്കിപ്പോൾ ഒന്നും ഇല്ലാണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ ഫോൺ ചെയ്യുന്നുണ്ട്. കോൾ കണ്ടതും മുത്തശ്ശി ആലോ വിളിക്കണേ, അച്ഛൻ വന്നെന്ന് പറയാൻ വിളിക്കണേ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് കാരണം വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ മുത്തശ്ശി അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കണു. അന്നേരം മോളെ പ്രതാപം വന്നു എന്ന് വളരെ സങ്കടത്തോടു കൂടി ഈ മുത്തശ്ശി പറയണ കേട്ടതും ഈ കരുണ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മുത്തശ്ശി എന്താ സങ്കടപ്പെട്ട് പറയണേന്ന് ചോദിക്കുമ്പം പ്രതാപനെ ആ മാർക്കോ വരുന്ന വഴിക്ക് പിടിച്ചുകൊണ്ട് പോയി മോളെ, എന്നിട്ട് പ്രതാപനെയും വാമദേവനെയും തല്ലി ചതച്ച് അനങ്ങാൻ പാടില്ലാത്ത പരുവത്തിലാക്കി ഇങ്ങോട്ട് വിട്ടേക്കണേന്ന്. അത് കേട്ടതും കരുണ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മുത്തശ്ശി മാർക്കോ വീണ്ടും തല്ലി ചതച്ചേന്ന് ചോദിക്കുമ്പോൾ അത് കണ്ണൻ്റെ അച്ഛനെ കൊന്നതിനും കണ്ണനെ വീൽ ചെയറിലാക്കിയതിനും വേണ്ടിയിട്ടാണ് മാർക്കോ പിടിച്ചുകൊണ്ടേ തല്ലിയത്, ഇനി കണ്ണനോ മഹാലക്ഷ്മിക്കോ എന്തെങ്കിലും ദ്രോഹം ചെയ്യാനോ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉപദ്രവിക്കുമെന്ന് അവർ പറഞ്ഞേക്കണേ, അതുകൊണ്ട് ഇനി പേടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി, എല്ലാ രീതിയിലും ഞാൻ പെട്ടേക്കുവാണല്ലോ, ഇവിടെയാണെങ്കിൽ ഉണ്ണിയേട്ടൻ
നഷ്ടപരിഹാരം കിട്ടണമെന്ന് തന്നെ വാശി പിടിക്കുക. കണ്ണേട്ടന് നഷ്ടപരിഹാരം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കണ്ണേട്ടനായിട്ട് സംസാരിച്ചപ്പം കണ്ണേട്ടന് അച്ഛനെ ജയിലിൽ കിടത്തണമെന്നേ ഉള്ളൂ, അല്ലാതെ അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും വേണമെന്നില്ല. പക്ഷേ ഉണ്ണിയേട്ടൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഉണ്ണിയേട്ടന് ആ സ്വത്തുക്കളൊക്കെ വേണമെന്നാണ് ചിന്തിക്കണം. അതുമാത്രമല്ല മുത്തശ്ശി, ആ സ്വത്തെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ എന്നെ കൂടെ നിർത്തുമെന്ന് എനിക്ക് തോന്നണില്ല. അത് ഉണ്ണിയേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. നിന്നെയും നിൻ്റെ കുഞ്ഞിനെയൊക്കെ സഹിക്കണേന് എനിക്കെന്തെങ്കിലും കിട്ടണ്ടേന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ശരിയാ മോള് പറഞ്ഞത്. എന്തായാലും അവനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഇതുപോലൊരു അബദ്ധം ഇനി പറ്റാനില്ല എന്ന് പറയണു. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശിക്ക് എന്താ അബദ്ധം പറ്റിയ കാര്യമാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞത് അബദ്ധമായല്ലോ എന്നുള്ള ചിന്തയിൽ തിരുത്തി പറയുന്നുണ്ട്, അതല്ല മോളെ, ആ ഉണ്ണിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ച കാര്യമാണ് ഞാൻ ഓർത്തത്. അന്നേരം കരുണ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് മുത്തശ്ശി കൂടുതലൊന്നും പറയാതിരിക്കണേ നല്ലത്. അതുപോലെ ഒരു വൃത്തികെട്ടവനെയാണോ കിട്ടിയോളൂ എന്നെ വിവാഹം കഴിപ്പിക്കാൻ, അയാൾക്ക് എന്നോടൊരു സ്നേഹമില്ല മുത്തശ്ശിന്ന്. അത് കേട്ടതും ഈ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ എന്തായാലും അവിടെ ക്ഷമിച്ച് സഹിച്ച് നിൽക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മോളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിനെയും കുഞ്ഞിനെ കാണാനായിട്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ട എന്തായാലും കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് സമയമായി, ഞങ്ങൾ തീയതി കുറിപ്പിച്ചിട്ടുണ്ട്, അന്ന് നല്ല ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തണം. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ആദ്യത്തെ കുഞ്ഞല്ലേ, ഒരിക്കലും എനിക്കൊരു കുഞ്ഞ് ജനിക്കില്ല എന്ന് കരുതി ഞാൻ ഇരുന്നതാണ്. ആ സമയത്ത് എനിക്ക് ദൈവം ഇങ്ങനൊരു ഭാഗ്യം തന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നല്ല ഗംഭീരമാക്കണം, ഓഫീസിലുള്ള എല്ലാവരെയും ക്ഷണിക്കണം, അതിന് നമുക്ക് വീടൊക്കെ നല്ലോണം ഒന്ന് അലങ്കരിക്കേണ്ടടാ അനന്തു എന്ന് ചോദിക്കുമ്പം അനന്ത് പറയുന്നുണ്ട്, പിന്നില്ലാതെ വീടൊക്കെ നല്ല കൊട്ടാരം പോലെ തന്നെ നമുക്ക് അലങ്കരിക്കാം. നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാം. അതുപോലെ തന്നെ മാർക്കോയോടും ലോപ്പസിനോടും സഹായത്തിനും കൂടി വരാനും പറയാം. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാ, അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ചെയ്തോളൂ എന്ന്. അങ്ങനെ അനന്തു ആണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. പിന്നീട് ലേഹയും മഹാലക്ഷ്മിയും കൂടെ കൂടി നിൽക്കുന്ന സമയത്ത് കണ്ണൻ വന്നിട്ട്, എന്താ നിങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അസുരജന്മങ്ങളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, അവരിനി കുഞ്ഞിൻ്റെ നൂലുകെട്ടായിട്ട് എന്തെങ്കിലും അപകടം വരുത്തോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം തൽക്കാലം അവരൊന്നും ചെയ്യാൻ സാധ്യതയില്ല. വാമദേവനും പ്രതാപനും ജയിലിൽ നിന്ന് ഇറങ്ങിയതും മാർക്കോയുടെ കയ്യിലാണ് ചെന്ന് പെട്ടത്. മാർക്കോയാണെങ്കിൽ അവർക്ക് മര്യാദക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടേക്കണേ. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഉണ്ണിയോ കണ്ണേട്ടാന്ന് വയ്ക്കുമ്പം അവനിപ്പോൾ വീൽ ചെയറിലല്ലേ, വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അവൻ ഒന്നിനും തയ്യാറാവില്ല. എന്തായാലും അവനക്കിപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അതൊന്നുമില്ല കണ്ണേട്ട, അവന് മനസ്സ് മാറുമൊന്നുമില്ല, അവനെപ്പോഴും ഒരു കൊലയാളി മനസ്സ് തന്നെയാണ് ഉള്ളത്. അവന് കിട്ടിയിരിക്കുന്നത് അവൻ്റെ അമ്മാവിൻ്റെയും ആ മേഘൻ്റെയും സ്വഭാവം, അല്ലാതെ കണ്ണേട്ടൻ്റെ അച്ഛൻ്റെയോ സ്വഭാവമൊന്നും അവനക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും അവൻ കുഞ്ഞിനെയോ നിങ്ങളെ അപായപ്പെടുത്താൻ നോക്കുമെന്ന് എൻ്റെ പേടിയെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും നൂലുകെട്ട് ഗംഭീരമായിട്ട് തന്നെ നടക്കും, അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നേരം ലേഖ വിഷമത്തോടുകൂടി പറയുന്നുണ്ട്, നൂലേട്ടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ട്, എന്നാലും ഒരു പേടിയും വിഷമവും ഉണ്ട്. അതെന്താ ലേഹയെന്ന് ചോദിക്കുമ്പോൾ നൂലുകെട്ട് കഴിഞ്ഞാൽ കണ്ണേട്ടൻ മഹീനെയും കുഞ്ഞിനെയും കമലേശ്വരത്തേക്ക് കൊണ്ടുപോകില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിനോ മഹിക്കോ എന്തെങ്കിലും ആപത്ത് വരുമെന്നുള്ള പേടിയിലാണ് എനിക്ക്, അതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനമില്ല കണ്ണേട്ടാന്ന് പറഞ്ഞതും. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നീയും കൂടി പോരെ മഹിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ, എന്നിട്ട് നിനക്കും അവിടെ താമസിക്കാമല്ലോ, അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ എന്ന് പറയുമ്പം അതെങ്ങനെ ശരിയാവും കണ്ണേട്ട, ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ പിന്നെ അനന്തുവേട്ടനും കൂടെ വരല്ലേ എന്ന് ചോദിക്കുമ്പം അതിനെന്താ, അനന്തവും പോന്നോട്ടെ, നിങ്ങൾക്ക് അവിടെ ഒന്ന് താമസിക്കാമല്ലോ, അത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കാണാൻ പാടില്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം എന്നാലും അതൊന്നും ശരിയാവില്ല കണ്ണേട്ടാന്ന് പറയണു. പിന്നീട് അനന്തു സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതും ഈ കണ്ണനും അനന്തവും കൂടി ഭിത്തിയെല്ലാം നല്ലോണം അലങ്കരിക്കുന്നുണ്ട്. സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അലങ്കാരമൊന്നും ഒരുപാട് വേണ്ടെന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, നമ്മളുടെ ആദ്യത്തെ കൺമണിയുടെ നൂലുകെട്ടല്ലേ, അത് നല്ല ഗംഭീരമായിട്ട് തന്നെ വേണം, അതുകൊണ്ട് അലങ്കാരത്തിലൊന്നും ഒരു കുറവും വരുത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് എല്ലായിടത്തും തോരണമൊക്കെ തൂക്കി ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മാർക്കോ അമ്പലത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്പലത്തിൽ ചെന്നതും ആ അമ്മ വന്നിട്ട്, മോനെ നീ വന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പം അമ്മ എന്നെ കാണണമെന്ന് വിചാരിച്ചായിരുന്നോ, അമ്മ എന്നെ വിളിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം മോനെ ഞാൻ നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു, എന്തായാലും ആ പ്രതാപനും വാമദേവനും മോൻ കണക്കിന് കൊടുത്തുല്ലോ, അത് ഏതായാലും നന്നായി, ഇനി കുറച്ച് ദിവസത്തേക്ക് അവരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല, എന്തായാലും കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിയണവരെയും അവരൊരു പ്രശ്നത്തിനും വരില്ല. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അമ്മയെന്ന് ചോദിക്കുമ്പം അതൊന്നും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് കുഞ്ഞിനെ ഒരു രീതിയിലും ബാധിക്കില്ല,
ഇനി ആ കുഞ്ഞിന് ആരെങ്കിലും വിഷം കൊടുത്താൽ പോലും അതിനത് ഫലിക്കൂല. എനിക്ക് ആ കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് ഓർത്തൊന്നും പേടിയില്ല. എനിക്ക് പേടിയുള്ളത് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യത്തിലാണ്. അന്നേരം മാർക്ക് ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മിയെയും കണ്ണനെ ആരെങ്കിലും ഇനി ഉപദ്രവിക്കും അമ്മയെന്ന് ചോദിക്കുമ്പം പലരും ഉപദ്രവിക്കാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. എന്തായാലും എപ്പോഴും അവരുടെ മേലെ നിൻ്റെ ഒരു ശ്രദ്ധ വേണം. അവരെ ചുറ്റി ആപത്ത് ഇങ്ങനെ തിരിയുന്നുണ്ട്. ആ ആപത്ത് അവരെ തൊടുവൊന്നുമില്ല. ആപത്തിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു വരും. എന്നാലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകും. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഞങ്ങൾ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കൂടെ തന്നെ ഉണ്ടാവും അമ്മ അതോർത്തൊന്നും വിഷമിക്കേണ്ട. എന്തായാലും അമ്മ മഹാലക്ഷ്മിക്കും കണ്ണൻ സാറിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പം ആ ദിവ്യയായ അമ്മ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി തന്നെയല്ലേ മോനെ പ്രാർത്ഥിക്കുന്നത്. ആ മോൾക്കും ആ മോനും ഒരാപത്തും വരരുത്, അതാ എൻ്റെ പ്രാർത്ഥന. എന്തായാലും ആപത്തുകളിൽ നിന്നൊക്കെ അവരെ കാക്കാൻ ഭഗവാൻ അറിയാം. മോൻ ധൈര്യമായിട്ട് പോയിക്കോ, മഹാലക്ഷ്മിയെയും കണ്ണനെയും എപ്പോഴും ശ്രദ്ധിച്ചോളണമെന്ന്. അങ്ങനെ മാർക്ക് അവിടെ നിന്ന് പോരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ കമലേശ്വരത്ത് വന്നതും ദുർഗയോട് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ നൂലുകെട്ടായല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഗംഭീരമായി തന്നെ നടത്തണം മോനെ. ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായതല്ലേ നമ്മുടെ കുടുംബത്ത്. ആദ്യം ആ കരുണയ്ക്ക് കുഞ്ഞുണ്ടാവേണ്ടതായിരുന്നു. അതെങ്ങനെയാണ് അവളുടെ അച്ഛനും മുത്തശ്ശിയും അവളും കൂടെ ചേർന്ന് മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയിട്ട് അവളുടെ കുഞ്ഞ് തന്നെ പോയി. ഇപ്പം അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് ജനിക്കുമെന്ന് തന്നെ ദൈവത്തിന് അറിയാം. എന്തായാലും നമ്മളുടെ പേരക്കിടാവിൻ്റെ കാര്യമല്ലേ, അത് നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്തണം. ഇനി കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കുമ്പം, വേണം മോനെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ കുഞ്ഞിന് വാങ്ങി കൊടുക്കണം, അതിന് മോനും കൂടി വരണം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോയി വാങ്ങാമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മ റെഡി ആയിക്കോ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി കുഞ്ഞിന് വേണ്ട സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സുകളും എല്ലാം വാങ്ങാമെന്ന്. ഈ സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഇവരുടെ സംസാരം കേട്ടിട്ട് ഭയങ്കര വിഷമമാവുന്നുണ്ട്. എന്നിട്ട് കരുണ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, ഞാനും വരട്ടെ അമ്മയെ സാധനങ്ങൾ വാങ്ങാമെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, നീ എന്തിനാ പറഞ്ഞേ, നീ വരുമൊന്നും വേണ്ട, നിന്നെ പോലെയുള്ള മൂശയായിട്ട് പിടിച്ചതിനൊന്നും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കരുണയ്ക്ക് അത് കേട്ടിട്ട് ഭയങ്കര വിഷമമായി ഇങ്ങനെ കരുണ നിൽക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൾക്ക് വന്നെങ്കിൽ അവളും കൂടെ വന്നോട്ടെ അമ്മേ, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, മോനക്ക് ഇവളുടെ സ്വഭാവം അറിയില്ലാത്തതുകൊണ്ട് ഇവൾ ആ സമയം കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെയോ ഭാര്യയോ എന്നെ ഒരു രീതിയിലും ആർക്കും അപകടപ്പെടുത്താൻ പറ്റില്ല എന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതല്ലേ. ഇപ്പം തന്നെ ഉണ്ണി എന്നെ കൊല്ലാൻ നോക്കിയിട്ട് തിരിച്ചടി കിട്ടിയത് ആർക്കാ, ഉണ്ണിക്ക് തന്നെയാണ്. അതുകൊണ്ട് കരുണേനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മഹിയോ കുഞ്ഞിനോ എന്തെങ്കിലും അപകടപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നീ വന്നെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോണില്ല, തിരിച്ചടി കിട്ടുന്നത് നിനക്ക് തന്നെയായിരിക്കും കേട്ടോ. അന്നേരം കരുണ പറയുന്നുണ്ട്, ഇല്ല കണ്ണേട്ടാ, എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ചിന്തയില്ല, ഞാനിപ്പോൾ നല്ലത് മാത്രമേ ചിന്തിക്കണുള്ളൂ. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഇവൾ നല്ലത് മാത്രം ചിന്തിക്കണമെങ്കിൽ ഇവൾ മരിക്കണം, ഇവൾ ഒരിക്കലും നല്ലത് ചിന്തിക്കില്ല, ഇവളുടെ അച്ഛനും മുത്തശ്ശിയും ഇവളെ വളർത്തിയേക്കണേ അങ്ങനെയാണ്. പിന്നീട് കാണിക്കുന്നത് അനന്തവും ലേഖയും എല്ലാവരും ചേർന്ന് ഈ ഭിത്തിയെല്ലാം തോരണമൊക്കെ തൂക്കി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. അത് ആരാണെന്നൊന്നും കാണിക്കണില്ല. അങ്ങനെ ബെല്ലടി കേട്ടതും അനന്തു ആണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, ലേഖ പുറത്ത് ആരോ വന്നിട്ടുണ്ട്, ആരാന്ന് നോക്കിയെന്ന് പറയണു. അങ്ങനെ ലേഖ വന്ന് ഡോറ് തുറന്ന് നോക്കിയതും മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ലേഖയാണെങ്കിൽ ഇങ്ങനെ ആകെ ഭയത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും വെളിയിൽ വന്ന് നിൽക്കുന്നത് ആരാന്നൊന്നും കാണിക്കണില്ല. എന്തായാലും ലേഖയ്ക്ക് അയാളെ കണ്ടപ്പം പേടിയായെന്ന് മാത്രമേ കാണിക്കണുള്ളൂ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.